ഇവർ 49. ഇവരുടെ ആക്ച്വലി മകൻ ഇച്ചിരി വലുതായതിനു ശേഷം മരിച്ചുപോയ ഇതാണ്. അവരെ അഡോപ്റ്റ് ചെയ്ത് 2 കുട്ടികൾ. അവർ വലുതായി കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് 3 അബോർഷൻ, 3 മിസ്കാരേജ്. പിന്നെ അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് ലാപ്രോസ്കോപ്പി ചെയ്ത് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോണറൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി. അപ്പോൾ ആളുകൾക്ക് ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബേസിക് ഇതല്ലേ, കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ഇതാണല്ലോ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകും തോറും ഇത് മിക്കവാറും കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ത് തോന്നുന്നു, ലേറ്റ് മാരേജിൻ്റെ കാരണം എന്തായിരിക്കും? ഇപ്പോൾ എല്ലാവരും കരിയർ ഓറിയന്റഡ് ആണ്. ഇപ്പോൾ ഇൻഡിപെൻഡൻസിലാണ് ഇപ്പോൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ലേഡീസ് ഇപ്പോൾ എവരിബഡി ബിലീവ്സ് PCOS ഉള്ളവർക്ക് പിന്നെ ജനറലി കരിയർ എന്ന് വെച്ചാൽ ആ ഒരു താല്പര്യം കുറവാണ്. ഇപ്പം നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ, പോൺ അഡിക്ഷൻ കാരണം പുരുഷന്മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളി വേണമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ഹാവിങ് എ റിയൽ പാർട്ട്ണർ. ഇതുണ്ടല്ലോ, സൗകര്യമായല്ലോ, ശല്യമൊന്നുമില്ലല്ലോ എന്നൊരു ചിന്ത അവർക്കുണ്ട്. സ്ത്രീകൾക്കായാലും ലേറ്റസ്റ്റ് ട്രെൻഡ് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ഫാഷൻ. അങ്ങനെയാണ് ഇപ്പോൾ. അത് ശരി, അതെ, അങ്ങനെയാണ്. യു ഷുഡ് നോട്ട് ഈവൻ ഹാവ് എ ബോയ് ഫ്രണ്ട്. അപ്പോൾ അത് അതിന് പകരം എന്താ വേണ്ടേ? അല്ല, ഒന്നും വേണ്ട. എനിക്ക് ലേറ്റസ്റ്റ് ട്രെൻഡ് ഒന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. പിള്ളേരുടെ ഇടയ്ക്കുള്ള ട്രെൻഡൊന്നും എനിക്കറിയില്ല. അപ്പം രാമനോട് ചോദിക്കാമല്ലേ.